വെൽക്കം ടു ദി ഹങ്കർ ട്രാവലർ. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി പോത്തിൻ്റെ വാരിയെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്ന നെഞ്ചടി ടൈപ്പ് കറി ഉണ്ടല്ലോ, പക്ഷേ കപ്പയും നെഞ്ചടിയും വെച്ചിട്ടുള്ളതല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് ഡയറക്റ്റ് വലിയ പീസസ് ആക്കിയിട്ടുള്ള എല്ലോട് കൂടിയിട്ടുള്ള വാരിയെല്ലിൻ്റെ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളുടെ വാരിയെല്ല് ഇത്രയും വലുതാണ്. നമ്മളൊരു മീഡിയം സൈസിൽ മാത്രമാണ് മുറിക്കുന്നത്. കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയ കഷ്ണങ്ങളാക്കണമെങ്കിൽ അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം. അപ്പോൾ എല്ലാതും ഇപ്പോൾ 2 കിലോ ഉണ്ട്. 2 കിലോയും ഇതേപോലെ നന്നായിട്ട് മുറിച്ചെടുക്കും. അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ വളരെ ഈസി മെത്തേഡിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് 2 വലിയ സവോള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ചെറുതായി വാടി വന്ന ശേഷം 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1.5 വലിയ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. 2 വലിയ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വാട്ടിയെടുക്കണം. പച്ചമണക്ക് നന്നായി മാറി വന്ന ശേഷം 2 വലിയ തക്കാളി അരിഞ്ഞതും അതിൻ്റെ ഒപ്പം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കല്ലുപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തക്കാളി അലിയുന്നത് വരെ നന്നായിട്ട് നമ്മൾ വാട്ടിയെടുക്കണം. നല്ലോണം തക്കാളി അലിഞ്ഞു വരണം. ഇതേപോലെ നന്നായി അലിഞ്ഞു വരുന്നത് വരെ വാട്ടിയെടുക്കണം. അതിന് ശേഷം നമ്മൾ നമ്മുടെ വാരിയെല്ല് ഇതിലേക്കിടാണ്. അത് ഇട്ടിട്ട് വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിക്കുക. ഇറച്ചിയിൽ തന്നെ വെള്ളം വരും. ഞാനിവിടെ ഏകദേശം ഒരു 40 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. 40 മിനിറ്റ് വേവിച്ച ശേഷം ആവിയൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയാൽ കണ്ടോ, എല്ലും മേന്ന് വിട്ട് വരുന്ന രീതിയിലാണ് ഇറച്ചിയുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല ഗ്രേവിയോട് കൂടിയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിന് വേറെ വഴറ്റൊന്നും വേണ്ട. എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. അതേപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.